ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളിരിക്കുന്നത് തൊടുപുഴയുള്ള ഇന്ത്യൻ ബേക്കറിയിലാണ്. കിച്ചാമണിയും കൂട്ടി ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഈവനിങ് ഒക്കെ അല്ലേ, ഈവനിങ് ആയാൽ നമ്മൾക്കൊന്ന് പുറത്ത് പോകുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ ഞാൻ ഇടയ്ക്ക് കൊഞ്ചിക്കുന്നതൊക്കെ ഉണ്ടോ. അപ്പോൾ അവൾക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അവൾ ശരിക്കും പറഞ്ഞാൽ കോഫി കുടിക്കാനൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ആരും കാണാത്ത ഏറ്റവും ഒതുങ്ങിയ ഒരു കോർണറിൽ പോയിരിക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ പുള്ളിക്കാരത്തേക്ക്. ഭയങ്കര നാണക്കാരിയാണ്, അതിലപ്പുറം കുസൃതിയാണ് കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് പുള്ളിക്കാരത്തി കുടിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഏജിന് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അവളെ ഭയങ്കര കൊഞ്ചിച്ചാണ് കേട്ടോ കൊണ്ട് നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നാൾ കാത്തിരുന്നുണ്ട് അനീത്തിയാണ് കേട്ടോ. അപ്പോൾ എനിവേ എന്നെപ്പോലെയല്ല, ഭയങ്കര നാണക്കാരിയാണ്. അപ്പോഴത്തെ ഒരാൾ അപ്പുറം ഇരുന്ന് ഭയങ്കര ഫോൺ ബിസിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിച്ചാമണിയൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചാമണി ഇങ്ങനെ പാഴ പിടിക്കും, ഇടയ്ക്ക് ഞോണ്ടും, അവളുടെ ചായ കട്ട് കുടിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഹോബി. അപ്പം അവൾക്ക് വേറെ ആരും കുടിച്ചതിൻ്റെ ബാക്കി അവൾ കുടിക്കത്തില്ല കേട്ടോ. അത് ഈവൻ ഞാൻ കുടിച്ചതിൻ്റെ ആണെങ്കിൽ കൂടി കിച്ചാമണി കുടിക്കത്തില്ല. അതാണ് സ്വഭാവം. പിന്നെ എൻ്റെ കൂടെ കൂടിയാൽ പിന്നെ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ്, ഒരു പ്രത്യേകതരം ജീവിയാണ് അവൾ. അപ്പോൾ അവളുടെ കോഫി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അവൾക്ക് തീരെ പിടിക്കുന്നില്ല. ഞാൻ ചായയും കുടിച്ചു, അവളുടെ കോഫിയും കുടിച്ചു. പാവം കിച്ചാമണി അങ്ങനെ മൊത്തത്തിൽ ശശിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്നാലും അവളെ കിള്ളൽ നിർത്തിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവളെ കിള്ളിക്കൊണ്ടിരിക്കുന്നത്. ഒരുതരം രസമാണെന്ന് പറയാം. അപ്പുറം ഒരാൾ ഭയങ്കര ആലോചനയിലാട്ടോ. കോഫി ഒക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കര ആലോചനയാണ്. ഇടയ്ക്ക് എന്താണ്ടൊക്കെ എന്നോട് കുശുമ്പും കുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേക്കറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒരു ചുരിദാറൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. തല പോലും ചീവിയിട്ടില്ല കേട്ടോ. തലയും ചീവിയിട്ടില്ല, പൗഡർ ഇട്ടിട്ടില്ല, ഒരു കമ്മലും ചുരിദാറും ഇട്ടങ്ങ് ഇറങ്ങിയതാണ്. കാരണം എൻ്റെ കയ്യിലുള്ള ടോപ്പ് അതുപോലെ ജീൻസ് ലെഗിൻസ് കളക്ഷനൊക്കെ ഏറെക്കുറെ തീർന്നു കേട്ടോ. പിന്നെ ഉള്ളതെല്ലാം വാഷ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് ചുരിദാറേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നു കേട്ടോ. ആഹാ, എന്ത് രസം. അങ്ങനെ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കണ്ടാൽ ഞാൻ വിടില്ല. എനിക്ക് അതുപോലെ വിശന്ന് കുടൽ കത്തിയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പോലെയൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും കൊടുത്തൊക്കെ തിന്നത്തുള്ളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തോന്നി ഒരു ആർത്തിപ്പെടാറാണെന്നല്ലേ. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു കണക്കിന് ഞാൻ അങ്ങനെയാണ്. നല്ല വിശപ്പുണ്ടെങ്കിൽ എനിക്ക് പറയണ്ട. ഇപ്പോൾ കിച്ചാമണി നൈസായിട്ട് ഓരോ ഫ്രഞ്ച് ഫ്രൈസൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. ഇടയ്ക്ക് കളിയും ചിരിയാണ് പുള്ളിക്കാരത്തി. അങ്ങനെ കിച്ചാമണിയുടെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചേഞ്ച് വന്നല്ലേ. അവൾ ഭയങ്കര സ്മാർട്ടായി. അല്ലെങ്കിൽ അവൾ സ്മാർട്ടൊക്കെയാണ്. മുടിയും കൂടെ വെട്ടിയപ്പോൾ അടിപൊളിയായി. ബർഗർ തിന്നാനുള്ളൊരു പാട്. പണ്ട് ഞാൻ കിച്ചാമണിയും കൊണ്ട് ബർഗർ ഫസ്റ്റിനെ മേടിച്ച് കൊടുക്കാൻ പോയപ്പോൾ കിച്ചാമണി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 2 ബണ്ണും മാറ്റി വെച്ചിട്ട് നടുക്കത്തെ ചിക്കൻ ആദ്യം കിള്ളിപ്പറിച്ച് തിന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ബണ്ണും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തിന്നുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞാനും തിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബർഗർ തിന്നാനായിട്ട് ഏറ്റവും ഈസി വഴി എന്ന് പറയുന്നത് നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ വായിൽ അത് ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 3 പേരും 3 ടൈപ്പ് ബർഗറാണ് കേട്ടോ മേടിച്ചത്. അന്ന് നല്ല രസമായിരുന്നു. അന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കുറേ കളിച്ചു ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാനൊക്കെ പോയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ല. എല്ലാവരും ഫുഡിങ്ങിൽ ബിസിയാണ് കേട്ടോ. ഭയങ്കര തീറ്റയാണ് എല്ലാവരും. അയ്യോ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് തിന്നുന്നതിൻ്റെ മത്സരമാണ് കേട്ടോ. തീറ്റയോട് തീറ്റ. കിച്ചാമണി ഞാൻ ആരാണ് ആദ്യം ഫസ്റ്റിനെ തീർക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഫുൾ ഫുഡടിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. എൻ്റെ അമ്മേ കണ്ടോ, അവിടെയുള്ള മനുഷ്യരെല്ലാം അന്തം വിട്ട് നോക്കുകയാണ് ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ കണ്ടിട്ട്.